കേരളത്തിലെ മികച്ച വാർത്താ ചാനൽ സ്ക്രീനുകളിൽ പലപ്പോഴായി തെളിഞ്ഞ ആത്മവിശ്വാസത്തിന്റെ കരുത്തുറ്റ സ്ത്രീമുഖം സുജയ പാർവതി. സഭയ്ക്കകത്ത് മാത്രമല്ല പുറത്തുമുയർന്ന കാര്യങ്ങൾക്കെല്ലാം പ്രധാനമന്ത്രി തന്നെ വന്ന് മറുപടി പറയണമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മറുപടിയുടെ മൂർച്ച ഇത്തിരി കൂടുമെന്നുള്ളത് ഉറപ്പായിരുന്നു. ഏകദേശം 16 വർഷത്തിലധികമായി മാധ്യമരംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ശക്തമായ നിലപാടുകൾ കൊണ്ടും ഉറച്ച തീരുമാനങ്ങൾ കൊണ്ടും കേരളത്തിലെ വാർത്താ നിരീക്ഷകരുടെ കണ്ണിലുണ്ണിയായി സുജയ. ഈ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിൽ ഏറ്റവും നന്നായി അടിയന്തരാവസ്ഥയ്ക്കെതിരെ സംസാരിക്കുന്നതിന് BJPക്ക് കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ആയുധമാണ് ശശി തരൂർ. ഇന്ന് റിപ്പോർട്ടർ TVയുടെ കോർഡിനേറ്റിംഗ് എഡിറ്ററും വാർത്താവതാരകയുമായ സുജയ പാർവതിക്ക് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 11ാമത് ഇന്റർനാഷണൽ മീഡിയ കോൺഫറൻസ് ആൻഡ് അവാർഡ് നൈറ്റിന്റെ പുരസ്കാരവേദിയിലേക്ക് സുസ്വാഗതം.